എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. 2025 ജൂലൈ മാസം 30-ാം തീയതി വെളുപ്പിനെ 12:46 മുതൽ ജൂലൈ മാസം 31-ാം തീയതി രാവിലെ 2:41 വരെ, വെളുപ്പിനെ 2:41 വരെയാണ് ഷഷ്ടി തിഥി. അതുകൊണ്ട് തന്നെ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി 2025 ജൂലൈ മാസം 30-ാം തീയതി ബുധനാഴ്ച. നമുക്കെല്ലാവർക്കും അറിയാം, സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതിനായിട്ടാണ് ഷഷ്ടി ആചരിക്കുന്നത്. ഷഷ്ടി സാധാരണയായി സ്ത്രീകളാണ് കൂടുതലായി എടുക്കുന്നത് എങ്കിലും പുരുഷന്മാർക്കും എടുക്കാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ഷഷ്ടി. അതിന് കാരണം മുൻജന്മ പാപങ്ങൾ തീരാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല, ഇത് നമ്മുടെ വിധിയാണ് എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ആ പ്രശ്നങ്ങൾക്ക് പോലും ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനമുണ്ടാകും. കുടുംബദോഷങ്ങൾ, പിതൃദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ ഇവയൊക്കെ അകറ്റുന്നതിന് ഷഷ്ടിവ്രതം എടുക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ചിലപ്പോൾ മനസാ വാച കർമ്മണ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമുണ്ടായില്ല എങ്കിൽ പോലും നമ്മുടെ കുടുംബപരമായിട്ടുണ്ടാകുന്ന ചില ദോഷങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. ആ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്. ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. കാരണം മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. നമ്മുടെ തലയിലെഴുത്ത് പോലും മാറ്റുന്നതിന് വേലായുധ സ്വാമിക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. സ്ഥിരമായി ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മക്കൾക്ക് നല്ല ശോഭനമായ ഭാവി ഉണ്ടാകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അമ്മമാരുടെ പ്രാർത്ഥന വേലായുധ സ്വാമി പ്രത്യേകമായി കേൾക്കും. അമ്മമാരുടെ മാത്രമല്ല, രക്ഷകർത്താക്കളുടെ പ്രാർത്ഥന, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രാർത്ഥന, അത് ഭഗവാൻ കേൾക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ കൂടുതൽ അനുകമ്പയോടുകൂടി പെരുമാറും. കാരണം അമ്മ എന്ന സങ്കല്പത്തിനോട് ഭഗവാന് വലിയ മമതയാണ്. പാർവതീദേവിയുടെ പ്രിയപ്പെട്ട പുത്രനാണ്. അതുപോലെ തന്നെ കൃത്തികമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ്, അവരുടെ വാത്സല്യനിധിയാണ്. അതുകൊണ്ട് തന്നെ വേലായുധ സ്വാമി കൃത്തികമാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് കൊടുത്ത അനുഗ്രഹം? ആരെങ്കിലും കാർത്തിക നക്ഷത്ര ദിവസം വ്രതമെടുത്ത് എന്നെ പ്രാർത്ഥിച്ചാൽ, അവരെന്ത് പ്രാർത്ഥിച്ചാലും ഞാനതവർക്ക് നൽകും, അവരിൽ ഞാൻ കരുണയുള്ളവനാകും എന്നാണ് വേലായുധ സ്വാമി കൃത്തികമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സ്വാമി തൻ്റെ അമ്മമാരായ കൃത്തികമാർക്ക് കൊടുത്ത വരമാണത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ നാളാണ് എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്രം. ആ നക്ഷത്രത്തിൽ മുരുകക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ഷഷ്ടിവ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. തലേ ദിവസം ഒരിക്കലൂണ്, വ്രതത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ്, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ തലേ ദിവസമേ നമ്മൾ ഒഴിവാക്കും. പിറ്റേ ദിവസം ഷഷ്ടി ദിവസം ചിലർ ഉപവസിക്കും, ചിലർ പാലും പഴങ്ങളും കഴിക്കും, ചിലർ ഒരു നേരം അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പച്ചരിച്ചോറ്, അത് ചിലർ ഉച്ചയ്ക്ക് കഴിക്കും, ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും. ചോറിൻ്റെ കൂടെ സാധാരണയായിട്ട് മുളക് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ചമ്മന്തി കഴിക്കാം, തെറ്റില്ല. പക്ഷേ
വാളംപുളി സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. വാളംപുളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി. ആ പുളി സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. ഉള്ളി ചേർക്കാറില്ല. ഒന്നുകിൽ പുളിക്കായി മാങ്ങ ചേർക്കാം, അതല്ലെങ്കിൽ നാരങ്ങാനീര് അത് ചേർക്കാം. അങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരു നേരം, അത് ഉച്ചയ്ക്ക് വേണോ സന്ധ്യ കഴിഞ്ഞിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പരമാവധി സമയം വേലായുധ സ്വാമിയുടെ പ്രാർത്ഥനകൾ ജപിക്കുക. ഓം സ്കന്ധായ നമ, ഓം ശരവണ ഭവായ നമ, ഇതൊക്കെ 108, 1008 തവണയൊക്കെ ജപിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഷഷ്ഠിയുടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രദർശനം കഴിഞ്ഞ്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വിളക്ക് തെളിയിച്ചിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രതം അവസാനിപ്പിച്ച ആ ദിവസം അന്നും കൂടി നോൺ വെജ് ഒഴിവാക്കിയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെയാണ് ഷഷ്ഠിവ്രതം എടുക്കുന്നത്. പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് പരമാവധി സമയം, പരമാവധി തവണ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുക. സർവേശ്വരനോട് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് അമ്മമാരുടെ പ്രാർത്ഥന. സന്താനങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടി ഏറ്റവും ഉത്തമമായ ഒരു വ്രതമാണ് ഷഷ്ഠിവ്രതം. അതുപോലെ ദോഷങ്ങൾ മാറാനായിട്ട് വലിയ വലിയ വഴിപാടുകളോ വലിയ പൂജകളോ വലിയ പണച്ചിലവുള്ള പൂജകളോ ഒന്നും തന്നെ നമ്മൾ നടത്തേണ്ടതായിട്ടില്ല. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഷഷ്ഠിവ്രതം സ്ഥിരമായി എടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സർവേശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് അസുരഗണത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് കൂടുതൽ ഐശ്വര്യമാണ് ഭഗവാൻ കൊടുക്കുന്നത്. എന്ന് വെച്ച് മറ്റ് ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. അവർ കൂടുതലായി പ്രാർത്ഥിക്കണം വേലായുധ സ്വാമിയെ. കാരണം അവർ മറ്റു ദേവതകളെ പ്രാർത്ഥിക്കുമ്പം അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ 100 ഇരട്ടി അനുഗ്രഹം അവർ വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. എന്ന് കരുതി ദൈവങ്ങൾക്ക് പക്ഷാഭേദം ഉണ്ട് എന്നല്ല. ഇപ്പോൾ നമുക്ക് പനി വന്നാൽ നമ്മൾ കഴിക്കേണ്ടുന്ന മരുന്നല്ലല്ലോ നമുക്ക് വയറുവേദന വരുമ്പോൾ കഴിക്കുന്നത്. അതുപോലെ ചില പ്രാർത്ഥനകൾ അത് ചില ആളുകൾക്ക് കൂടുതൽ ഫലം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. ഇനി വ്രതമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വേലായുധ സ്വാമിയോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഭഗവാൻ കരുണാമയനാണ്. ലൗകിക ജീവികളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നൽകുന്നതിനായിട്ട്, നമുക്ക് തരുന്നതിനായിട്ട് വേലായുധ സ്വാമിക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഭാവി സുരക്ഷിതമാക്കുന്നതിനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.